യൂദയുടെ കാലത്ത് സഭയിൽ കയറിയെത്തിയ തെറ്റായ ഉപദേശങ്ങളും കൽപ്പിതമായ ഉപദേശങ്ങളും വിശ്വാസികളെ വഴിതെറ്റിക്കാൻ സാത്താന്റെ തന്ത്രങ്ങളായിരുന്നു. അതിനാൽ യഹൂദ ഈ കത്തെഴുതുമ്പോൾ രക്ഷയുടെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്നതിനു പകരം ഒരിക്കൽ വിശുദ്ധന്മാർക്ക് ഏൽപ്പിച്ച വിശ്വാസത്തിനായി നിങ്ങൾ ധൈര്യത്തോടെ പോരാടണമെന്ന് അദ്ദേഹം എഴുതുകയായിരുന്നു. ദൈനംദിന ധ്യാനം. പ്രിയരെ, നമ്മുടെ പൊതുവായ രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ ഞാൻ അത്യന്തം ഉത്സാഹത്തോടെ ശ്രമിച്ചപ്പോൾ ഒരിക്കൽ വിശുദ്ധന്മാർക്ക് ഏൽപ്പിച്ച വിശ്വാസത്തിനായി നിങ്ങൾ ഉത്സാഹത്തോടെ പോരാടണമെന്ന് ഉപദേശിച്ച് എഴുതേണ്ടതുണ്ടെന്ന് ഞാൻ അനിവാര്യമായി കണ്ടു. യൂദ 1-ാം അധ്യായം 3-ാം വാക്യം. ഈ കത്തു നൽകൽ ആരംഭിക്കുമ്പോൾ പൊതുവായ രക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതാനായിരുന്നു ആദ്യം തന്റെ ഉദ്ദേശമെന്ന് യൂദ പറയുന്നു. എങ്കിലും ആ കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ കണ്ടപ്പോൾ അതിനെ ഒന്ന് മാറ്റിവെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് എഴുതേണ്ടതാണെന്ന് അദ്ദേഹം അനുഭവപ്പെട്ടു. പൊതുവായ രക്ഷ എന്നത് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുന്നു, രക്ഷയിലൂടെ ലഭിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മ എങ്ങനെ നിലനിർത്താം, ദൈവത്തിൽ എങ്ങനെ നിലനിൽക്കാം, ദൈവത്തിനായി എങ്ങനെ ജീവിക്കാം എന്നിങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും ഈ വിഭാഗങ്ങളെക്കുറിച്ച് യൂദ എഴുതിയില്ല. അന്ന് വിശ്വാസികൾക്ക് യുദ്ധഭൂമിയിലെ സൈനികരെ പോലെ വിശ്വാസത്തിനായി പോരാടേണ്ടി വന്നൊരു സാഹചര്യത്തിലായിരുന്നു. അതിനാൽ അവരെ വിശ്വാസം സംരക്ഷിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാൻ ഉപദേശിക്കുന്നത് ആ സമയത്ത് ഏറ്റവും ആവശ്യമായ കാര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. യൂദായുടെ കാലത്ത് സഭയിൽ കയറിയെത്തിയ തെറ്റായ ഉപദേശങ്ങളും കെട്ടുകഥാപരമായ സിദ്ധാന്തങ്ങളും വിശ്വാസികളെ വഴിതെറ്റിക്കാൻ സാത്താന്റെ തന്ത്രങ്ങളായിരുന്നു. ഇന്നും നാം അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോ ആത്മാവ് വ്യക്തമായി പറയുന്നു, അവസാന കാലങ്ങളിൽ ചിലർ വിശ്വാസത്തിൽ നിന്ന് വിട്ടുമാറി വഞ്ചനാപരമായ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും അനുസരിക്കും. 1 തിമോത്തിയോസ് 4:1. കാരണം അവർ ശുദ്ധമായ ഉപദേശം സഹിക്കാത്ത ഒരു കാലം വരും, മറിച്ച് തങ്ങളുടെ ഇഷ്ടപ്രകാരം ചെവികൾക്ക് ചുളിവുണ്ടായതിനാൽ അവർക്ക് അധ്യാപകരെ കൂട്ടിച്ചേർക്കും. അവർ സത്യത്തിൽ നിന്ന് ചെവികൾ തിരിച്ച് കഥകളിലേക്ക് തിരിയുകയും ചെയ്യും. 2 തിമോത്തിയോസ് 4:3-4. ദൈവവചനം പറയുന്നത് പോലെ അനേകർ വിശ്വാസത്തിൽ നിന്ന് വിട്ടുമാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതിനാൽ പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയുന്നു, വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം പോരാടുക, നീ വിളിക്കപ്പെട്ട നിത്യജീവിതം പിടിച്ചെടുക്കുക. ദൈവവചനത്തിൽ നാം നിലനിൽക്കുമ്പോഴാണ് മാത്രം വിശ്വാസത്തിന്റെ പോരാട്ടത്തിൽ വിജയിക്കാൻ കഴിയുക. കർത്താവായ യേശുക്രിസ്തു ആത്മാവിന്റെ നേതൃത്വത്തിൽ മരുഭൂമിയിൽ പിശാച് പരീക്ഷിക്കാൻ കൊണ്ടുപോയപ്പോൾ ദൈവിക ശക്തിയാലല്ല, ദൈവവചനത്താലാണ് അവൻ സാത്താനെ ജയിച്ചത്. ദൈവവചനം ഉദ്ധരിച്ച് അവൻ പറഞ്ഞു, എഴുതിയിരിക്കുന്നു. അതർത്ഥം ദൈവവചനം ആയുധമായി അവൻ ഉപയോഗിച്ചു. അവന്റെ വിജയം വചനത്തിന്റെ ശക്തിയിലായിരുന്നു. ഇന്ന് അനേകം കപട ഉപദേശങ്ങളുടെയും വ്യാജ അത്ഭുതങ്ങളുടെയും വഴി സാത്താൻ വഞ്ചനാപൂർവ്വം ആളുകളെ ദൈവത്തിൽ നിന്നുള്ള അവരുടെ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നു. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് മാത്രമേ നാം അവയെ നേരിടുകയും ജയിക്കുകയും ചെയ്യാൻ കഴിയൂ. മുൻപ് നിന്നെക്കുറിച്ച് ഉച്ചരിക്കപ്പെട്ട പ്രവചനങ്ങളനുസരിച്ച് നീ വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ നല്ല യുദ്ധം ചെയ്യേണ്ടതിനായി ഈ ഉത്തരവാദിത്തം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ചിലർ ഈ വിശ്വാസത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും അവരുടെ വിശ്വാസം കപ്പലപകടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. 1 തിമോത്തി 1:18-19. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ. ആമീൻ.